Joby. Welcome back to Soya and Spicy. Soya and Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എഗ് ഓംലെറ്റ് നൂഡിൽസ് ആണ്. സാധാരണ നമ്മൾ നൂഡിൽസിലോട്ടൊക്കെ എഗ് ചേർക്കുന്നത് മുട്ട ചേർത്തിട്ട് ചിക്കി എടുക്കും, അല്ലെങ്കിൽ ചിക്കി പൊരിച്ച മുട്ട അതിനകത്തോട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എഗ് എടുത്തിട്ട് അത് ഓംലെറ്റ് ആക്കിയിട്ട് അത് നൂഡിൽസിൻ്റെ ഫോമിൽ ത്രെഡ് പോലെ കട്ട് ചെയ്ത് അതാണ് നമ്മൾ എഗ് ഓംലെറ്റ് നൂഡിൽസ് ആയിട്ട് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ മുട്ട പുഴുങ്ങിയതോ പൊരിച്ചതൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് മുട്ട കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്കാണിത്. അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ വീട്ടിൽ മുട്ട കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഓംലെറ്റ് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 3 മുട്ട വേണം നമുക്ക് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ 4/1 ഞാൻ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത്, വളരെ കുറച്ച് മതി. ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതിയോളം മതിയായിരിക്കും. പിന്നെ ഒരു 5 ബീൻസ് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തത് വേണം. പിന്നെ ക്യാബേജ് ഒരു ചെറിയ കഷ്ണം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത്. പിന്നെ വളരെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ വേണം. പിന്നെ ഒരു സവോള, ചെറിയ സവോളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, എരിവ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഞാനിവിടെ ഒരു 2 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 5 എണ്ണം ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസാണ്, 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സോയാ സോസ് 1 ടീസ്പൂൺ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഓംലെറ്റ് നൂഡിൽസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഓംലെറ്റ് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഓംലെറ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓംലെറ്റ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 3 മുട്ട ഈ ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഞാൻ 3 മുട്ട ഇതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാണ്. സ്പൂൺ വെച്ച് ഇങ്ങനെ ബീറ്റ് ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ പ്രത്യേകം. ഓക്കെ, അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓംലെറ്റ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്കിനി ഒരു പാൻ വെച്ച് കൊടുക്കാം അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാട്ട് എല്ലാ ഭാഗത്തോട്ടും ആക്കാം. ഇനി കുരുമുളക് പൊടി നമുക്ക് ഇതിനകത്ത് മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനും എരിവിനനുസരിച്ചൊക്കെ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഓംലെറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഓംലെറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ഓംലെറ്റ് നന്നായിട്ട് വെന്ത് സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ചൂടാറില്ലെങ്കിൽ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റാണ്. പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ ഇത് പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 or 2 തവി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ചെറിയ ദോശക്കല്ലാണെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് ചെറിയ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടാതെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത്
ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ റോൾ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി. എന്നാലാണ് നമുക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള നൂഡിൽസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. എനിക്ക് എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കുക. പക്ഷേ മുട്ട പൊട്ടിപ്പോകരുത്. നല്ല മൂർച്ചയുള്ള കത്തി എടുക്കുക. ഞാനിതെല്ലാം നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കട്ട കൂടിയിരിക്കുന്നതെല്ലാം നല്ല വിടർന്നു വരും. കണ്ടോ, നല്ല ലെങ്തി നൂഡിൽസായി വന്നിട്ടുണ്ട്. നല്ല ലെങ്ത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ലെങ്ത്തൊക്കെ ഉണ്ട് ഏറ്റവും വലുതിന്. പിന്നെ മുട്ട ചുരുട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ നീളം കുറഞ്ഞു വരും. മാക്സിമം നമുക്കിത് ഇത്രയും ലെങ്ത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നൂഡിൽസാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് എഗ്ഗ് കൊണ്ടുണ്ടാക്കിയ നൂഡിൽസ് ഞാനൊരു ബൗളിലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എഗ് നൂഡിൽസാക്കി മാറ്റാം. ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ നൂഡിൽസ് കഴിക്കുന്ന പോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ എഗ് ഓംലെറ്റ് നൂഡിൽസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ തന്നെ പച്ചമുളക് എടുത്ത് വെച്ചിട്ട് കൊടുക്കുക. കൂടെ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബീൻസാണ്. എല്ലാം നല്ല നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, നമ്മുടെ നൂഡിൽസിന് എടുക്കുന്ന പോലെ തന്നെ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഓൾറെഡി നമ്മൾ സോയാ സോസ് ചേർക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഓക്കെ, നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഓവർ കുക്കായി പോകരുത്. വെജിറ്റബിൾസിൻ്റെ പച്ചപ്പ് ഒന്നും മാറരുത്. നൂഡിൽസ് കഴിക്കുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ കിട്ടാറില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തും കിട്ടണം. ഇനി അതിനകത്തൂടെ ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഒരല്പം വിനാഗിരി, 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ഞാനിപ്പോൾ ഒഴിക്കണില്ല. അപ്പോൾ അതേ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇത് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്കൊരു 3 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എഗ് ഓംലെറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതോട് കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓംലെറ്റ് പൊട്ടിപ്പോവാതെ പയ്യെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ എഗ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ആ നൂഡിൽസ് ഒന്നും പൊട്ടിപ്പോവാതെ സ്ലോലി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇനി അവസാനം നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇതിനകത്തോട്ട് വിതറി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരല്പം സ്പ്രിംഗ് ഒനിയൻ മുകളിൽ കൂടെ ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ഓംലെറ്റ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിംഗ് ബൗളിലോട്ട് മാറ്റാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.